ജീവിതത്തോട് മല്ലടിക്കുന്ന കിടപ്പാടത്തിന് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒക്കെയായിട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ ധാരാളം കേരളത്തിൽ ബാക്കിയുണ്ടാകാം. ഈ 64,006 യൂണിറ്റുകൾക്കപ്പുറം അത് ബാക്കിയുണ്ടാകാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം പട്ടിണിയാണ്, ഭക്ഷണമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരും ഉണ്ടാകാം കേരളത്തിൽ. അതൊരു റിയാലിറ്റി ചെക്ക് നടത്തേണ്ട കാര്യമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ മമ്മൂട്ടി പറഞ്ഞ ഒരു വാചകം, ദാരിദ്ര്യം ഇല്ലാതെയാകണം, അതിദാരിദ്ര്യം, ദാരിദ്ര്യം എന്നിങ്ങനെയുള്ള രണ്ട് പട്ടികകളെ പെടുത്തിക്കൊണ്ട് അതിന്മേലുള്ള തർക്കങ്ങൾ, അതായത് AAY പദ്ധതിയിൽപ്പെട്ട ഈ കാർഡ് ഉടമകൾ അവരെങ്ങനെയാണ് ഇതിൽ നിന്ന് പട്ടികയിൽ നിന്ന് പുറത്തായത്? അതായത് ഈ സൗജന്യ റേഷൻ വാങ്ങുന്ന 5.92 ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകൾ അവർ ദരിദ്രരാണോ അതിദരിദ്രരാണോ? അതാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉയർത്താൻ ഉള്ള ഏക ചോദ്യം എന്ന് പറയുന്നത്. അവർ ദരിദ്രരായാലും അതിദരിദ്രരായാലും അവരുടെ ജീവിതാവസ്ഥ മാറുന്നുണ്ടോ എന്നതാണ് കേരളം നടത്തേണ്ട റിയാലിറ്റി ചെക്ക് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കാരണം അതിദരിദ്രരാണ് അവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് ഈ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാർ പറയുന്ന സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഈ അതിദരിദ്രരെ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഡാറ്റാബേസിൽ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിലവിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ വിവിധ കാരണങ്ങളാൽ ഒഴിവായി പോയവർ. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് AAY എന്ന കേന്ദ്ര പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അന്നയോജന പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിദരിദ്രം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഇവർ വരില്ല. അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട യൂണിറ്റുകളാണ് ഈ 64,006 എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റുകളിൽപ്പെട്ടവർക്ക് ഈ AAYയിൽ അവർ അംഗങ്ങളല്ല. അതായത് ഈ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന 5.92 ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകളിൽ പെട്ടവരല്ല ഈ 64,006 പേർ എന്നതാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് വസ്തുതയാകുമോ എന്നുള്ളത് എനിക്കറിയില്ല.